ഒരു മണിക്കൂറിനെടുത്ത് പറയേണ്ട ഒരു വിഷയം ഞാൻ ഒറ്റ വാക്കിൽ ചുരുക്കുകയാണ്. 2033 ലോകം അവസാനിക്കും, ഉറപ്പാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും വരണം. ലോകം അവസാനിക്കും, ലോകത്തിന്റെ ഭരണം അവസാനിക്കും. എല്ലാവരും പരിശുദ്ധ കുർബാനയിലേക്ക് വരണം. അത് ദൈവത്തിന്റെ സ്വപ്നമാണ്. പക്ഷേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നേ മതിയാവൂ എന്ന് തറപ്പിച്ചു പറയും. കാരണം വിശുദ്ധ ഗ്രന്ഥത്തിലെ തിരുവചനങ്ങളിലൂടെ ദൈവം നമുക്ക് നൽകുന്ന പല ഉറപ്പുകളിൽ, വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പശ്ചാത്തപിക്കുവിൻ, ദൈവം അനുഗ്രഹിക്കും. വിശുദ്ധ ഗ്രന്ഥത്തില് വളരെ അടിസ്ഥാനപരമായി നിൽക്കുന്ന ചില സന്ദേശങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഞാൻ ഈ പങ്കുവച്ചത്. എന്താ പറഞ്ഞത്? പശ്ചാത്തപിക്കുവിൻ, അനുഗ്രഹം ലഭിക്കും. എന്തും ആയിക്കൊള്ളട്ടെ, എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ, എന്ത് തെറ്റുകളായിക്കൊള്ളട്ടെ, അതവിടെ വിഷയമല്ല. പശ്ചാത്തപിക്കുവിൻ. അതുകൊണ്ടാണ് നമ്മൾ തിരുവചനങ്ങളിൽ ഉടനീളം പ്രവാചകന്മാരെല്ലാവരും തന്നെ പശ്ചാത്തപിക്കുകയും എന്ന് പറയുന്നത്. സ്നാപയോഹന്നാൻ വന്നപ്പോൾ പശ്ചാത്തപിക്കുകയും, ഈശോ മിശിഹായും ആരംഭിച്ചത് അങ്ങനെയാണ്, പശ്ചാത്തപിക്കുകയും. എനിക്കും ഈ മണിക്കൂറിലെ ആരംഭത്തിൽ പറയാനുള്ളത് അത് തന്നെയാണ്, പശ്ചാത്തപിക്കുകയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെ പശ്ചാത്തപിക്കണം? അവിടെയാണ് ഇനി നമ്മൾ ഗഹനമായി, ആഴമായി തിരുവചനത്തിൽ അടിസ്ഥാനമിട്ടുകൊണ്ട് ഈശോ മിശിഹായിലേക്ക് നോക്കിക്കൊണ്ട് മനസ്സിലാക്കേണ്ടത്. നമ്മൾ പശ്ചാത്തപിക്കണം. എങ്ങനെ? ഹല്ലേലൂയ. നമ്മൾ പശ്ചാത്തപിക്കണം. എങ്ങനെ? ഈശോയെ പോലെ. ഹല്ലേലൂയ. നമ്മൾ പശ്ചാത്തപിക്കണം, ഈശോയെ പോലെ പശ്ചാത്തപിക്കണം. എന്ന് പറഞ്ഞു നോക്കാവോ? നമ്മൾ ഈശോയെ പോലെ പശ്ചാത്തപിക്കണം. പറഞ്ഞേ, നമ്മൾ ഈശോയെ പോലെ പശ്ചാത്തപിക്കണം. ഈശോ പശ്ചാത്തപിച്ചോ? ഈശോയ്ക്ക് പശ്ചാത്തപിക്കാനായിട്ട് വല്ലതും ഉണ്ടായിരുന്നു? ഈശോയെ പോലെ പശ്ചാത്തപിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ, ഈശോയെ പോലെ കുമ്പസാരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ കുമ്പസാരിച്ചോ? ഈശോ പശ്ചാത്തപിച്ചോ? സ്നാപക യോഹന്നാൻ പശ്ചാത്താപത്തിന്റെ അടയാളമായ മാമോദീസ നൽകിയപ്പോൾ അവിടേക്കും ആര് വന്നു? ഈശോ വന്നു. ഹല്ലേലൂയ. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇത് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ബന്ധുകുസ്ത വിഭാഗങ്ങളിലുള്ള സഹോദരങ്ങൾ പ്രായപൂർത്തിയാവുമ്പോൾ മാമോദീസ കൊടുക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? അത് മാമോദീസ അല്ലായിരുന്നു, പശ്ചാത്താപത്തിന്റെ അടയാളമായിരുന്നു. പക്ഷെ നമ്മൾ മാമോദീസ എന്ന വാക്ക് പറയുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകണ്ട. നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? ഇന്നും എൻ്റെ ജീവിതത്തിൽ ഇവിടെ അത്ഭുതങ്ങൾ സംഭവിക്കാനായിട്ട് തിരുവചനങ്ങളിലൂടെ വളരെ വ്യക്തമായിട്ട് കാണുന്ന യാഥാർത്ഥ്യം എന്നിൽ ഉണ്ടാകണം. എന്താണ് യാഥാർത്ഥ്യം? ഞാൻ പശ്ചാത്തപിക്കണം. ആരെ പോലെ? ഹല്ലേലൂയ. ആരെ പോലെ? ഈശോയെ പോലെ പശ്ചാത്തപിക്കണം. ഈശോയെ പോലെ പാപമേറ്റു പറയണം. മാനസാന്തരത്തിന്റെ അടയാളമായി നമ്മളെ സംബന്ധിച്ച് കുമ്പസാരം എന്ന കൂദാശ സ്വീകരിക്കണം. ഞാൻ പലപ്പോഴും ഫോണിലൂടെ പലരും അതിനു വേണ്ടി പ്രാർത്ഥിക്കണം, ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, എവിടെയെങ്കിലും പോയി ധ്യാനം കൂടെ എന്നിട്ട് പ്രാർത്ഥിക്കാം.
ഏതെങ്കിലും ധ്യാന മന്ദിരത്തിൽ പോയി ഒരു ധ്യാനം കൂടെ, വിവാഹം നടക്കുന്നില്ല, മക്കളുണ്ടാകും, അങ്ങനെ എന്താ കാരണം? ഏത് ധ്യാന മന്ദിരത്തിൽ പോയാലും കുമ്പസാരിച്ച് പശ്ചാത്തപിച്ച് നവീകരണത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന് അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റില്ല. എന്നോട് ചിലർ പിണങ്ങിയിട്ടുണ്ട്, വഴക്ക് കൂടിയിട്ടുണ്ട്. അച്ഛനെ വിവാഹം ഓർക്കുന്നില്ല, ഒരു ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ധ്യാനം കൂടണം. ധ്യാനം കൂടിയാലേ പെണ്ണ് കിട്ടുള്ളൂ. ധ്യാനങ്ങളിലൂടെ ബന്ധനങ്ങൾ മാറണം, അഭിഷേകം കിട്ടണം. അത് സംഭവിക്കുന്നത് പശ്ചാത്തലത്തിലൂടെയാണ്. അപ്പോൾ ഹല്ലേലൂയ, ഈശോയെ പോലെ പശ്ചാത്തപിക്കുക എന്ന് പറയുമ്പോൾ ഈശോ എന്തിനെ കുറിച്ചാണ് പശ്ചാത്തപിച്ചത്? സ്നാപക യോഹന്നാൻ ഈശോ മിശിഹായ്ക്ക് ഒരു പേര് കൊടുത്തായിരുന്നു. എന്താ പേര്? ഇതാ ലോകത്തിന്റെ പാപം വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അതാണ് ഈശോ. ലോകത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ വേണ്ടി വന്നവരാണ് ഈശോ. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ ഏറ്റെടുത്തു കൊണ്ടുവരുന്ന കുഞ്ഞാട്. ഈശോ പശ്ചാത്തപിച്ചു, പാപങ്ങൾ ഏറ്റെടുത്തു. ആരുടെ? നമ്മളുടെ, മനുഷ്യന്റെ, ലോകത്തിന്റെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ചു. ഹല്ലേലൂയ. ആകയാൽ സഹോദരങ്ങളെ, നമ്മളും പശ്ചാത്തപിക്കുക എന്ന് പറയുമ്പോൾ വ്യക്തിപരമായി നുണ പറഞ്ഞു, ദേഷ്യപ്പെട്ടു, അങ്ങനെ ഉണ്ടായി വഴക്ക് കൂടിയ ഓക്കെ, വ്യക്തിപരമായി നിൽക്കുന്നു. അതിലപ്പുറം കടന്നുകൊണ്ട് ലോകത്തിന്റെ പാപങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായിക്കൊണ്ട്, സഭയുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായിക്കൊണ്ട്, ലോകത്തിന്റെ പാപങ്ങൾക്കും സഭയുടെ പാപങ്ങൾക്കും പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് പശ്ചാത്തപിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഇതുവരെ എന്താ പറഞ്ഞത്? അത്ഭുതങ്ങളും അടയാളങ്ങളും തീർച്ചയായിട്ടും ഇതിനപ്പുറം നടക്കും. ഒരൊറ്റ വ്യവസ്ഥയേ ഉള്ളൂ, ഈശോയെ പോലെ പശ്ചാത്തപിക്കണം. ലോകത്തിന്റെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കണം, സഭയുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കണം എന്ന് പറയുമ്പോൾ ലോകത്തിലേക്ക് നോക്കിക്കൊണ്ട് ഒരു ഉദാഹരണം മാത്രം പറയുകയാണ്. സഭയിലേക്ക് നോക്കിക്കൊണ്ട് രണ്ട് കാര്യങ്ങൾ മാത്രം പറയുകയാണ്. നമ്മുടെ വ്യക്തിപരമായ പാപങ്ങൾക്കപ്പുറം കടന്നുകൊണ്ട് ലോകത്തിന്റെ പാപങ്ങൾ ഏറ്റെടുക്കുക, അതിനുവേണ്ടി പശ്ചാത്തപിച്ച് പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറാകുക എന്ന് പറയുമ്പോൾ ഇന്ന് ലോകത്തിൽ കാണുന്ന ഏറ്റവും വലിയ പ്രകടമായിട്ട് നിൽക്കുന്ന ലോകത്തിന്റെ പാപം ഏതാ? തീവ്രവാദികൾ ചെയ്തു കൂട്ടുന്ന വലിയ പാപം. അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീവ്രവാദികൾ നൈജീരിയയിലെ കൊന്നുകൂട്ടുന്നു, സിറിയയിലെ കൊന്നുകൂട്ടുന്നു, ലോകമഹായുദ്ധങ്ങളിലേക്ക് പ്രശ്നങ്ങൾ വലിച്ചെടുക്കപ്പെടുന്നു. ഇതൊന്നും ഇനി മറച്ചു വെച്ചിട്ട് കാര്യമുള്ള കാര്യങ്ങളല്ല. എങ്കിൽ തീവ്രവാദികളുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കാറുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ലോകത്തിന് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യുവാനും മധ്യസ്ഥ യാചിക്കുവാനും തയ്യാറാകുമ്പോൾ ദൈവത്തിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് 60, 65, 75 വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് തോന്നും, ഇനി ആർക്ക് വേണ്ടി, തമ്പുരാന് വേണ്ടി ജീവിക്കണം. അബ്രാഹത്തെ വിളിച്ചത് 75 വയസ്സിലല്ലേ? മോശയെ വിളിച്ചത് 80 വയസ്സിലല്ലേ? ജീവിതം ആരംഭിക്കുന്നല്ലോ. ആ ബോധ്യം വേണം. ഈ ദൈവത്തിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് തമ്പുരാന് തോന്നണമെങ്കിൽ തമ്പുരാനെ പോലെ ലോകത്തിന്റെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുവാനും
പ്രായശ്ചിത്തം അനുഷ്ഠിക്കാനും മധ്യസ്ഥ പ്രാർത്ഥന നടത്താനും വേണ്ടി തയ്യാറാവുക. അതുകൊണ്ട് തീവ്രവാദികളുടെ മാനസാന്തരത്തിന് വേണ്ടി ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. പലരും പറയുന്ന ഒരു കാര്യമുള്ള അച്ചോ പലവരാരോ പ്രാർത്ഥിക്കാൻ പറ്റണില്ല, ആകെ ആകുലതയാ, വിഷമോ, പ്രയാസമാണ്. ആകുലതയും വിഷമവും പ്രയാസവും ഒക്കെ ആർക്കാ? ബോധമുള്ളവർക്കാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബോധമുള്ളവരില്ലാത്തവർക്ക് എന്താ? മദ്യപാനിയായ ഭർത്താവിനെ കുറിച്ച് വികാരിച്ചൻ ഭാര്യയോട് പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, ഓ ഭാര്യയെ കുറിച്ച് നശിക്കട്ടെ അച്ചോ എന്ന് പറഞ്ഞു. ബോധമുള്ളവർക്ക് വിഷമോ പ്രയാസമുണ്ട്. പലരും കുമ്പസാരം പറയുന്ന ഒരു പാവം അച്ഛാ വിഷമോ, ആകുലതയും വിഷമവും പ്രയാസവും ഒക്കെ പുണ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഈശോ മിശിഹാ ഗത്സമേൻ തോട്ടത്തിൽ പോയപ്പോ എങ്ങനെയായിരുന്നു? എന്ത് രസം, ഡാൻസ് ചെയ്യായിരുന്നോ? അവൻ അസ്വസ്ഥനാകാൻ തുടങ്ങിയെന്നാ പറയുന്നത്. അതെ, ലോകത്തിന്റെ പാപങ്ങളെ ഓർത്ത്, ഭീകരപ്രവർത്തകരുടെ പാപങ്ങളെ ഓർത്ത്, തിരുസഭയിലെ പാപങ്ങളെ ഓർത്ത്, പുരോഹിതരുടെയും സന്യസ്തരുടെയും പാപങ്ങളെ ഓർത്ത് ആകുലപ്പെടണം, പശ്ചാത്തപിക്കണം. ദൈവം അനുഗ്രഹിക്കും. പക്ഷെ അതിനുള്ള ബോധം വേണം. ഭീകരർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ഞാനൊരു 2 വർഷം മുമ്പ് യൂട്യൂബിലൂടെ ഒരു ചെറിയൊരു ഗാനം 4 വരിയോ, വെറും 4 വരി, അത് മുഴുവനും നന്നായിട്ടൊന്നും പഠിക്കാൻ പോകുന്നില്ല, സമ്മേളന സമയമൊന്നുമില്ല. നമുക്ക് 11:30 വിശുദ്ധ കുർബാന ആരംഭിക്കണം. അതിന് ഈ 1 മണിക്കൂറിൽ പറയുന്ന കാര്യങ്ങൾ തുടർച്ചയായിട്ട് വിശുദ്ധ കുർബാനയ്ക്കിടയ്ക്ക് ഞാൻ പങ്കുവയ്ക്കും. അപ്പോൾ അതോട് ചുരുക്കമായിട്ട് തിരുനിണമൊഴുകട്ടെ ഭീകരരേ വരും, വിമോചിതരാകട്ടെ തിരുനിണത്താൽ തിരുരക്തത്താൽ. 2 വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ചതാണ്. ഇന്നും ആ പാട്ട് പ്രചാരത്തിൽ വന്നിട്ടില്ല എന്ന് നോക്കുമ്പോൾ സങ്കടമുണ്ട്. എന്താ വരികള്? തിരുനിണം ഒഴുകട്ടെ ഭീകരരേവരും വിമോചിതരാകട്ടെ തിരുനിണത്താൽ തിരുരക്തത്താൽ. ഒന്നുകൂടി പാടാം. തിരുനിണമൊഴുകട്ടെ ഭീകരരേവരും വിമോചിതരാകട്ടെ തിരുനിണത്താൽ തിരുരക്തത്താൽ. പിന്നെ ഭീകരർ എന്ന് പറയുമ്പോൾ സഭയ്ക്കുള്ളിലുള്ള 2 വിഭാഗമുണ്ട്. ഇവിടെ ഭീകരരാരെങ്കിലും ഇരിപ്പുണ്ടാവും? ആരുമില്ല. ഭീകരരാരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് കൈകൊണ്ടിട്ട് ആരുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയ്ക്കുള്ളില് 2 തരം ഭീകരരുണ്ട്, സഭയ്ക്ക് പുറമെ 2 തരം ഭീകരരുണ്ട്. ഇതെല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഭീകരരുടെ പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കുവാനും പ്രായശ്ചിത്തം അന്വേഷിക്കാനും സാധിക്കണം. അപ്പൊ സഭയ്ക്കുള്ളിലെ ഭീകരരാരാണെന്ന് അറിയാമോ? ലോകമഹായുദ്ധം നടക്കുന്നു, മുല്ലപ്പെരിയാർ ഡാം ചിലപ്പോൾ പൊട്ടും, ജോലി കിട്ടുന്നില്ല, അങ്ങനെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് നല്ലൊരു വീട് വേണം, 2 കാറും 1 ബൈക്കും വേണം, ഒരാൾക്ക് ജർമ്മനിയിലോ അമേരിക്കയിലോ എവിടെയെങ്കിലും ഇനിയിപ്പോൾ യുദ്ധം നടക്കുന്ന കുഴപ്പമില്ല, എവിടെയെങ്കിലും ജോലി കിട്ടണം, വേറെ ഒന്നുമില്ല. ഞാൻ പള്ളി വരും, ഞാൻ പോകുന്ന മാർപ്പാപ്പ എങ്ങനെ ആയിക്കൊള്ളട്ടെ, മെത്രാൻ എങ്ങനെ ആയിക്കൊള്ളട്ടെ, അച്ഛന്മാരെങ്ങനെ ആയിക്കൊള്ളട്ടെ, കന്യാസികൾ എങ്ങനെ ആയിക്കൊള്ളട്ടെ, അതൊന്നും ഇവിടെ. ഒന്നാമത്തെ ഭീകരരവരാ. അവർ നരകത്തിലേക്ക് പോകുള്ളൂ. അങ്ങനെയുള്ള ഒരാരെങ്കിലും ഇരിക്കുന്നുണ്ടോ? ഇല്ല. ലോകം മുഴുവനും അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിഷ്പക്ഷമതികളായിട്ട് പോകുന്ന ആ ഒരു വിഭാഗം. രണ്ടാമത്തെ ഭീകരര് സഭയ്ക്കുള്ളിലുള്ളവര് സഭയുടെ എല്ലാ ആനുകൂല്യങ്ങളും പിടിച്ചുപറ്റി സഭയ്ക്കെതിരായിട്ട് നിൽക്കുന്നവര്.
ഇനി സഭയ്ക്ക് പുറമെ മാധ്യമങ്ങളിലൂടെ സഭയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ, ഇതിവിടെയൊക്കെ ഉദാഹരണങ്ങളും കഥകളും സംഭവങ്ങളും പറഞ്ഞു പോകാൻ നമുക്ക് സമയമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ചുരുക്കമായിട്ട് മാത്രം പറയുക. നാലാമതായിട്ട് തീർച്ചയായും എല്ലാ തലങ്ങളിലും ആയുധമെടുത്തുകൊണ്ട് അതിഘോരമായ പീഡനങ്ങൾ നടത്തുന്നവരെ. ഇപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ഈ വരികൾ പാടുമ്പോൾ ഇത് 4 കൂട്ടരെ ഓർത്തേക്കും. ഈ പ്രാർത്ഥന ചൊല്ലിയാൽ മതി, തമ്പുരാൻ അനുഗ്രഹിക്കും. അപ്പൊ ഒന്ന് പാടി നോക്കാം. തിരുനിണമൊഴുകട്ടെ ഭീകരരേവരും വിമോചിതരാകട്ടെ തിരുനിണത്താ തിരുരക്തത്താ. പറഞ്ഞു തിരുനിണമൊഴുകട്ടെ ഭീകരരേവരും വിമോചിതരാകട്ടെ തിരുനിണത്താ തിരുരക്തത്താ. ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങള്, അത്ഭുതങ്ങള്, അടയാളങ്ങള് നടക്കുമെന്ന് ഉറപ്പുവരുത്താൻ പശ്ചാത്തപിക്കുക. ഞാൻ ആവർത്തിക്കുകയാണെന്ന് എനിക്കറിയാം. അത് സമയത്ത് ഉണ്ടായിട്ടല്ല, നമ്മളിത് കഴിഞ്ഞു പോകുമ്പോൾ എന്താ അച്ഛൻ പറഞ്ഞെന്ന് ചോദിച്ചാൽ, എന്താ നിങ്ങൾ അവിടെ പോയിട്ട് കേട്ടതെന്നൊക്കെ വല്ലതും ചോദിച്ചാൽ ഒന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താ? ഈശോയെ പോലെ പശ്ചാത്തപിക്കുവാൻ തയ്യാറാവുക. എന്തിനാ? പ്രായശ്ചിത്തത്തിന് തയ്യാറായിക്കൊണ്ട് മറക്കരുത് കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന്റെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടി വന്ന കുഞ്ഞാടാണെന്ന് മാമോദീസായിലൂടെ ഈശോ പ്രഖ്യാപിക്കുകയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ അർത്ഥത്തിൽ ഞാൻ പറഞ്ഞത്. രണ്ടാമതായിട്ട് പശ്ചാത്തപിക്കണമെന്ന് സഭയിലേക്ക് നമ്മൾ വരുമ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമതായിട്ട് നമ്മൾ ഓർക്കേണ്ടത്, ഇന്ന് ആഗോളതലത്തിൽ ക്രൈസ്തവ സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഏതാണെന്ന് ചോദിച്ചാൽ, അഭിപ്രായ വ്യത്യാസമില്ലാതെ നിങ്ങൾക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. ഏതാ പ്രശ്നം? ഹല്ലേലൂയ, ഏതാ പ്രശ്നം? ക്രൈസ്തവ കുടുംബങ്ങളും കത്തോലിക്ക കുടുംബങ്ങളും അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാട്സപ്പുകളിലൂടെ നിങ്ങൾ നോക്ക്, പറമ്പുകളും നല്ല മനോഹരമായ കോടി മുടക്കി പണിത് വലിയ വലിയ വീടുകൾ ഇപ്പൊ 50 ലക്ഷത്തിന് തരാം, 10 ലക്ഷത്തിന് തരാം. 7 ഏക്കർ സ്ഥലം, 3 ഏക്കർ സ്ഥലം, ആർക്കാൻ നോക്കാൻ ആളില്ല. പ്രത്യേകിച്ച് 50കൾക്ക് ശേഷമാണ് പാലായിൽ നിന്നും കാഞ്ഞിരപ്പള്ളിയിൽ നിന്നൊക്കെ ചായന്മാര് മലബാറിലേക്ക് കുടിയേറി. 80കളിലെ അവിടെയൊക്കെ ധ്യാനത്തിന് പോകുമ്പോൾ 2, 3, 4 മൈലുകൾ നടന്ന് ഞാൻ പള്ളികളിൽ ധ്യാനത്തിന് പോയിട്ടുണ്ട്. അവിടെ ആയിരുന്നപ്പം, കൊച്ചിനായിരുന്നപ്പോൾ ഒരു സ്ഥലത്ത് ആശ്രമത്തിലെ ഒരു കുർബാനയ്ക്ക് വേണ്ടി ഞാൻ 6 കിലോമീറ്റർ നടന്നിട്ടുണ്ട്. ആ മലബാറിൽ നിന്ന് അങ്ങനെയല്ല, മനോഹരമായ വീടുകൾ, സുന്ദരമായ സ്ഥലം. തെക്കോട്ട് പോകുമ്പോൾ പത്തനംതിട്ട, പാല, കാഞ്ഞിരപ്പള്ളി അവിടെയൊക്കെ പോകുമ്പോൾ. പക്ഷേ ബാക്കി ഞാൻ പറയണ്ട, ഇവിടെ അതുകൊണ്ട് നമ്മൾ പശ്ചാത്തപിക്കണം. ഇതിനെ കുറിച്ചാണ് സഭയ്ക്ക് ദൈവത്തിന്റെ മക്കളെ നൽകുവാനായിട്ട് നമ്മൾ കാണിച്ച തെറ്റ്. അതിന് കാരണങ്ങൾ പലതുകൊണ്ട്. പരസ്പരം തെറി പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല, ഒക്കെ സംഭവിച്ചു പോയി. ഇനി ചെയ്യാൻ സാധിക്കുന്നത് എന്താ? ഞാൻ ഓമനിച്ചും ആലോചിച്ചും വളർത്തുന്ന എൻ്റെ കുഞ്ഞുമക്കൾ 1, 2 മാത്രമുള്ളതിന് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ പശ്ചാത്തപിക്കണം. വാഗ്ദാനം നടത്തിയാൽ, ഉടമ്പടി നടത്തിയാൽ, ബാക്കി നിങ്ങൾ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടമ്പടി എടുത്താൽ, വാഗ്ദാനം നടത്തിയാൽ ഫലം ഉടൻ. അതെ, ശരിയാ. ദാമ്പത്തിക ജീവിതത്തിലൂടെ
തമ്പുരാൻ കർത്താവിനോടും തിരുസഭയോടും കുടുംബങ്ങളോടും ഭാര്യയോടും ഭർത്താവിനോടും നമ്മളെടുക്കുന്നൊരു ഉടമ്പടിയില്ലേ? എന്താ ഉടമ്പടി? തമ്പുരാന് വേണ്ടി മക്കളെ നൽകിക്കൊള്ളാമെന്ന ഉടമ്പടിയാ. ആ ഉടമ്പടി ലംഘിച്ചുകൊണ്ട് പല ഉടമ്പടികൾ എടുത്തിട്ട് രക്ഷയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയെങ്കിലും പശ്ചാത്തപിക്കാനായിട്ട് സാധിക്കട്ടെ. ഉടമ്പടി പാലിക്കുക. ദൈവം അനുഗ്രഹിക്കും. അതെ, സഭയുടെ പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമതായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ ഇനി പറയുകയാണ്. ഞാൻ അല്പം കൂടി ആഴപ്പെട്ട് പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കത്തോലിക്ക വിശ്വാസത്തിൻ്റെ കേന്ദ്രവും ഉറവിടവും ലക്ഷ്യവും ചങ്കും കരളും നട്ടല്ലും ഒക്കെ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒറ്റ സ്വരത്തിൽ പറയും, ഏതാ? പരിശുദ്ധ കുർബാന. ഹല്ലേലൂയ. ആർക്കും സംശയമില്ലല്ലോ. കത്തോലിക്ക വിശ്വാസത്തിൻ്റെ കേന്ദ്രവും ഉറവിടവും ലക്ഷ്യവും ചങ്കും കനിയാനൊക്കെ വാക്ക് ഉപയോഗിക്കാം. ചങ്കും കരളും നട്ടല്ലും ഒക്കെ പരിശുദ്ധ കുർബാനയാണ്. ആ പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരാകാൻ മാമോദീസായിലൂടെ അഭിഷിക്തരാണ് നമ്മളെല്ലാവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, ആ പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരാകുവാൻ മാമോദീസായിലൂടെ നമ്മളെല്ലാവരും അഭിഷിക്തരാണ്. മാത്രമല്ല, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ 2022 ജൂൺ 29 ആഗോള സഭയ്ക്ക് വേണ്ടി ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. ആഗോള സഭയ്ക്ക് വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ ഒരു കത്തുണ്ട്. അതിനെക്കുറിച്ചുള്ള 8 പ്രസംഗങ്ങൾ യൂട്യൂബിൽ എൻ്റെ കിടപ്പുണ്ട്. അതിനെക്കുറിച്ച് മാത്രം. അതിൻ്റെ പേര് ദെസിദേരിയോ ദെസിദെരാവി എന്ന് ലത്തീനിൽ പറയും. മലയാളത്തിൽ ആഗ്രഹത്താൽ ആഗ്രഹിച്ചു. ലൂക്കായുടെ സുവിശേഷം 22:15 വാക്യമാണ്. ആഗ്രഹത്താൽ ആഗ്രഹിച്ചു. അതായത് പരിശുദ്ധ കുർബാന സ്ഥാപന സമയത്ത് അതിന് തൊട്ട് മുമ്പായിട്ട് ഈശോ അപ്പസ്തോലന്മാരോട് പറഞ്ഞു. എന്താ ഈശോ അപ്പസ്തോലന്മാരോട് പറഞ്ഞ വചനം ഓർക്കുന്നുണ്ടോ എന്ന് പറയാം. ലൂക്ക 22:15 ഞാനിപ്പോൾ പറഞ്ഞതാ. നിങ്ങളുമായി ഈ പെസഹ പങ്കുവയ്ക്കുവാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു. എന്ന് ആവർത്തിച്ച് പറഞ്ഞേ. ഹല്ലേലൂയ. നിങ്ങളുമായി ഈ പെസഹ പങ്കുവയ്ക്കുവാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു. ഒരുമിച്ച് പറഞ്ഞേ. നിങ്ങളുമായി. ഒന്നുകൂടെ ഓർക്കാൻ പറഞ്ഞേ. നിങ്ങളുമായി ഞാൻ അത്യധികം ആഗ്രഹിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്, ഈശോ മിശിഹ അന്ന് അപ്പസ്തോലന്മാരോട് പറഞ്ഞ വചനം ഇനിയും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അത് അന്തരീക്ഷത്തിൽ മുഴങ്ങുകയാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ മുഴങ്ങേണ്ടതാണ്. നിങ്ങളുമായി പെസഹ പങ്കുവെക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അപ്പസ്തോലന്മാർക്ക് മനസ്സിലായോ? അപ്പസ്തോലന്മാർക്ക് മനസ്സിലായോ? മനസ്സിലായില്ല. അവിടെ ആ പുസ്തകത്തില് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന ഒരു വാചകം, വിളിക്കപ്പെട്ടവർക്ക് ബോധമില്ലായിരുന്നുവെങ്കിലും വിളിച്ചവന് ബോധമുണ്ടായിരുന്നു. ആരാ വിളിച്ചവൻ? ഈശോയാണ്. പരിശുദ്ധ കുർബാനയിൽ ധാരാളമായിട്ട് പങ്കെടുക്കുന്ന നമ്മൾക്ക് ബോധമില്ലെങ്കിലും തമ്പുരാന് ബോധമുണ്ട്. നമ്മളെ കുറിച്ച് സ്വപ്നം കാണുന്നവനാണ് ദൈവം. ഹല്ലേലൂയ. ഞാൻ എന്താ പറഞ്ഞേ? ദൈവം പരിശുദ്ധ കുർബാനയിലൂടെ ആ പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്ന ഓരോ വ്യക്തിയെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്,
എല്ലാവരെയും പരിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആൾക്കാരുണ്ടോ സഹോദരങ്ങളെ? ഞാൻ പഴയ കാര്യങ്ങളൊന്നുമല്ല ഈ പറയുന്നത്. 2022 ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗോള സഭയ്ക്ക് വേണ്ടിയുള്ള കത്തിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ പരിശുദ്ധ കുർബാനയാകുന്ന അമ്മയെ, ഹല്ലേലൂയ പറഞ്ഞേ, പരിശുദ്ധ കുർബാനയാകുന്ന അമ്മയെ, അത് പറഞ്ഞേ, പരിശുദ്ധ കുർബാനയാകുന്ന കുഞ്ഞിനെ തിരുസഭയുടെ കൈകളിലേക്ക് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ ഈശോ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെ ഇതാ 2000 വർഷങ്ങള് തികഞ്ഞോ? ഹല്ലേലൂയ. 2000 വർഷങ്ങൾ തികഞ്ഞോ? തികഞ്ഞെന്നോ ഇല്ലെന്നോ? 2000 വർഷം തികഞ്ഞോ? ഇല്ല. ഹല്ലേലൂയ. 2000 വർഷത്തിന്റെ ജൂബിലി ആഘോഷിച്ചത് ഈശോയുടെ ജനനത്തിൻ്റെതാ. ഇപ്പോൾ ജൂബിലി വർഷമായി. ഈശോയുടെ ജനനത്തിന്റെ ഈ ജൂബിലി വർഷത്തിന്റെ ലക്ഷ്യം എന്താണെന്നറിയാവോ? ഫ്രാൻസിസ് മാർപ്പാപ്പ ജൂബിലി വർഷത്തെ കുറിച്ച് എഴുതിയിട്ടുള്ള പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല എന്ന കത്തില് 9ാമത്തെ നമ്പറില്, 6ാമത്തെ നമ്പറില്, 9ാമത്തെ നമ്പറിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാം. ഞാൻ നേരത്തെ അത് വിട്ടുപോയി. 9ാമത്തെ നമ്പറില് ഇതേ പ്രബോധനത്തില് പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല എന്ന കത്തില് 9ാമത്തെ നമ്പറിൽ പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ആശയത്തിന്റെ ഒരു ആഴപ്പെടുത്തലാണ്. പക്ഷെ അത് വിട്ടുപോയത്. ഉത്തരവാദിത്വമുള്ള മാതൃത്വത്തിലൂടെയും പിതൃത്വത്തിലൂടെയും ജനിക്കാനുള്ള കുഞ്ഞുങ്ങളുടെ പിള്ളത്തൊട്ടിലുകളിലേക്ക് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം ഞാനാ പറഞ്ഞത് എൻ്റെ വ്യക്തിപരമായ ആശയമല്ല, പെട്ടെന്ന് അവിടെ സാരമല്ല. അപ്പം ഇവിടെ 6ാമത്തെ നമ്പറിലെ ഏതൊരു ഡോക്യുമെന്റിലാണ് ഞാൻ, സഹോദരങ്ങളെ, ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും സഭയുടെ ഔദ്യോഗികമായ പ്രബോധനങ്ങൾക്കനുസരിച്ചാണ്. അതൊക്കെ പറഞ്ഞു പോകാൻ സമയമില്ലെന്നേ ഉള്ളൂ. ഞാനൊരു കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ 6ാമത്തെ നമ്പറിലെ പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല എന്ന 2025 ജൂബിലി വർഷത്തിന് വേണ്ടി എഴുതപ്പെട്ട പ്രബോധനത്തില് 6ാമത്തെ നമ്പറിൽ പ്രത്യേകം പറയുകയാണ്, ഈ ജൂബിലി വർഷം എന്തിനു വേണ്ടിയുള്ളതാണ്? ആർക്കെങ്കിലും പറയാമോ? ആരെങ്കിലും ഒരു സമ്മാനം തന്നേക്കാം. പരിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള എൻ്റെ ഈയിടെ ഇറക്കിയ പുസ്തകം സമ്മാനം തന്നേക്കാം. സഭയില്ല എങ്കിലും എന്തിനു വേണ്ടിയാണ് ഈ ജൂബിലി വർഷം? 2033 വരാനിരിക്കുന്ന മഹാജൂബിലിക്കുള്ള ഒരുക്കമാണ്. ഹല്ലേലൂയ. മഹാജൂബിലി വരാൻ പോവുക 2033. അധികമില്ല, 8 വർഷമുള്ളൂ. 8 വർഷമുള്ളൂ. എന്താണ് ആ ജൂബിലി സംഭവിക്കേണ്ടത്? അവിടെയാണ് നമ്മൾ നമ്മുടെ പശ്ചാത്താപത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത്, നമ്മുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ഹല്ലേലൂയ. ആ മഹാജൂബിലി വർഷത്തില് തമ്പുരാൻ കർത്താവ് കാണുന്ന സ്വപ്നം എന്തായിരിക്കും? പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് 2000 വർഷം തികയുമ്പോൾ ആ 2000 വർഷത്തിന് മഹാജൂബിലിയില് ആഗോള സഭയിൽ സംഭവിക്കേണ്ട വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. ദൈവം കാണുന്ന സ്വപ്നം അതാണ്. എന്താണ് ആ സ്വപ്നം? പരിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോഴ് ഈശോയ്ക്ക് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. നിങ്ങളുമായി, ആരുമായിട്ട്? ഇവിടെ ഈ വചന പ്രഘോഷത്തിൽ പങ്കെടുക്കുന്നവരുമായിട്ടാണ്? അല്ല, ലോകത്തിലെ എല്ലാവരുമായി എന്ന് പറഞ്ഞേ, ലോകത്തിലെ എല്ലാവരെയും ഈ പെസഹായിലേക്ക് അത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞത് വിശദീകരിക്കാൻ സമയമില്ല, എങ്കിലൊരു സൂചന ഞാൻ പറയുകയാണ്. അന്ത്യത്താഴ വേളയിൽ വട്ടം കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ളതായ ഭക്ഷണത്തിലേക്ക് എന്നല്ല ഈശോ പറഞ്ഞത്, ഈ പെസഹായിലേക്ക്
എന്താ പെസഹ എന്ന് പറയുമ്പോൾ കടന്നുപോക്കല്. എന്താ കടന്നുപോകൽ എന്ന് പറയുമ്പോൾ ഈശോയുടെ ജനന, ജീവിത, പീഡാനുഭവ, മരണ, ഉത്ഥാന, സ്വർഗാരോഹണ, ബന്ധക്കുസ്ത രഹസ്യങ്ങളാണ് പെസഹ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ മിശിഹ അന്ന് പറഞ്ഞ എന്താണെന്നറിയാവോ? നിങ്ങളുമായി ഈ പെസഹ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിച്ചു. ഏത് പെസഹയാ? നിങ്ങളുമായി എൻ്റെ ജനന, ജീവിത, പീഡാനുഭവ, മരണ, ഉത്ഥാന, സ്വർഗാരോഹണ രഹസ്യങ്ങൾ ലോകം മുഴുവനും പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. എല്ലാവരെയും ഈ പെസഹായിലേക്ക് കൊണ്ടുവരുവാനായി ഞാൻ സ്വപ്നം കാണും. ഹല്ലേലൂയ. അങ്ങനെ മഹാജൂബിലിയിലേക്ക് ഇനി എത്ര വർഷമുണ്ട്? വെറും 8 വർഷം മാത്രം. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? 2033 ലോകത്തിന് മുഴുവനും പരിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ മിക്കവാറും നിങ്ങളുടെ ഉള്ളിൻ്റെ പറഞ്ഞു കാണാം, എന്തേ പറഞ്ഞാൽ മതി, എന്തോ കുഴപ്പമുണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാവരും ലോകം അവസാനിച്ചു. 2000 അവസാനിച്ചു, 2012 കഴിഞ്ഞ്, 2014 കഴിഞ്ഞ്, ഇനിയിപ്പോൾ അവിടെ 1 മണിക്കൂറെടുത്ത് പറയേണ്ട ഒരു വിഷയം ഞാൻ ഒറ്റ വാക്കിൽ ചുരുക്കുകയാണ്. അത് പറഞ്ഞ് യൂട്യൂബിൽ അത് കിടപ്പുണ്ട്. 2033 ലോകം അവസാനിക്കും, ഉറപ്പാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും വരണം. ലോകം അവസാനിക്കും, ലോകത്തിന്റെ ഭരണം അവസാനിക്കും. എല്ലാവരും പരിശുദ്ധ കുർബാനയിലേക്ക് വരണം. അത് ദൈവത്തിന്റെ സ്വപ്നമാണ്. പക്ഷേ ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുള്ളത് നിങ്ങളെയാണ്, നമ്മളെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വല്ലപ്പോഴും ഏതെങ്കിലും കുമ്പസാരത്തിന് മുമ്പ് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കാറുണ്ടോ? മാത്രമല്ല, ഫ്രാൻസിസ് മാർപ്പാപ്പ ആ പ്രബോധനത്തിൻ്റെ 3ഉം 5ഉം നമ്പറുകളിലായിട്ട് ഞാൻ എൻ്റെ പല യൂട്യൂബ് പ്രസംഗങ്ങളിലൂടെ അത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പറയുന്ന സങ്കടകരമായൊരു കാര്യമുണ്ട്. ഇത് പറയുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പാടിയ പാട്ടൊന്നും പറഞ്ഞു. തിരുനീണമൊഴുകട്ടെ, ഭീകരരേ വരും, വിമോചിതരാകട്ടെ, തിരുനിണത്താ, തിരുരക്തത്താ. സഹോദരങ്ങളെ, ഞാനൊരു യാത്രക്കിടയിൽ ഇത് മാത്രം പാടിയിട്ട് അതിൻ്റെ വ്യക്തമായ ഫലം കണ്ടിട്ടുണ്ട്. എനിക്കത് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങി മണിക്കൂറുകളാണ്. ഇസ്ലാമിൻ്റെ തീവ്രവാദം പൊട്ടിത്തകരുന്നതിൻ്റെ തെളിവുകൾ എടുത്തു പറയാനും വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. കത്തോലിക്ക തിരുസഭയിലുള്ള പൈശാചികമായ ബന്ധങ്ങളുടെ കെട്ടുകളെ പൊട്ടുന്നത് കാണാൻ സാധിക്കും. വ്യക്തിപരമായ ആന്തരിക സൗഖ്യത്തിന് വേണ്ടിയും വ്യക്തിപരമായ ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആഗോള സഭയുടെ ബന്ധനമുണ്ട്, ആഗോള സഭയിലെ പൈശാചിക ബന്ധനമുണ്ട്. നമുക്കറിയാമോ, നമ്മുടെ പോളാറാമൻ മാർപ്പാപ്പ 2ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം പരസ്യമായിട്ട് സഭയോട് പറഞ്ഞിട്ടുണ്ട്, The devil entered the church through the crack. ആ ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി ഒന്നും എത്തത്തില്ല. The devil entered to the church through the crack. വിള്ളലിലൂടെ ദുഷ്ടാരൂപി. അതെ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ജനസംഖ്യ വർദ്ധിക്കണമെന്ന് പറഞ്ഞ് തമ്പുരാന്റെ മക്കൾക്ക് ജന്മം നൽകാൻ നമ്മൾ തയ്യാറായില്ല. സാത്താന്റെ വിള്ളലായിരുന്നു അത്. ഇന്ന് നമ്മൾ എവിടെ കിടക്കുന്നു? ഇതുപോലെ സാത്താൻ സഭയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് ലയോൺ 13 മാർപ്പാപ്പ അന്ന് എഴുതി
ഓരോ കുർബാനയ്ക്ക് മുമ്പും പുരോഹിതൻ പ്രാർത്ഥിക്കേണ്ട ബന്ധനം വിട്ടുമാറാനുള്ള വിഖാരന്മാരായുള്ള പ്രാർത്ഥന ഇന്നിപ്പോ ആവർത്തിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് ലയം 13 മാർപ്പാപ്പ എഴുതി വെച്ചതാ. ഇപ്പൊ ലയം 14 മാർപ്പാപ്പയ്ക്ക് കച്ചി ബോധം കൂടി വന്നിട്ടുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. അപ്പോ സാത്താൻ സഭയിലേക്ക് വിള്ളലിലൂടെ പ്രവേശിച്ചത് എങ്ങനെയാണെന്നറിയോ? ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്, ലോകത്തെ മുഴുവനും പരിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരണമെന്നുള്ളതായ ഉത്തരവാദിത്തമാണ് അപ്പസ്തോലന്മാരിലൂടെ തിരുസഭയ്ക്ക് നൽകപ്പെട്ടതെങ്കിലും സഭ അത് മറന്നുപോയി. എല്ലാവരെയും പരിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരുവാനുള്ള പ്രേക്ഷിത ദൗത്യത്തെ സഭ മറന്നുപോയി, അത് അവഗണിച്ചു. സമയമില്ലാതായി പോയി. 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞത്: മറന്നുപോയി, അവഗണിച്ചു, അല്ലെങ്കിൽ മറന്നുപോയി. തീർന്നില്ല. മൂന്നാമതായിട്ട് പുരോഹിതരോടും ദൈവശാസ്ത്രജ്ഞന്മാരോടും സെമിനാരിൽ പഠിപ്പിക്കുന്ന പ്രൊഫസർമാരോടും ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേകം പറയുകയാണ്, എല്ലാവർക്കും പരിശുദ്ധ കുർബാനയിലേക്ക് വിളിയില്ല എന്ന് പഠിപ്പിച്ചു. സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു ആശയമല്ല ഇവിടെ പറയുന്നത്. നിങ്ങളെ കോരിത്തെരിപ്പിക്കുന്ന വ്യക്തിപരമായ അനുഭവങ്ങളല്ല ഞാനിവിടെ പറയുന്നത്. കത്തോലിക്കരെന്നതിലേക്ക് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ലഭിക്കാൻ, ഉറപ്പ് കിട്ടാൻ പശ്ചാത്തപിക്കുവാൻ എന്തിനെ കുറിച്ച സഭയുടെ പാപത്തെ ഓർത്ത്. അതാ ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ പശ്ചാത്തപിച്ചു കഴിയുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. എന്തിനു വേണ്ടിയാണെന്നോ? ഹല്ലേലൂയ. നമ്മൾ ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ ലക്ഷ്യത്തെ ഞാൻ 2ആക്കി തിരിക്കുകയാണ്. ഒന്ന്, പശ്ചാത്തപിക്കുക, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കട്ടെ, വ്യക്തി ജീവിതത്തിൽ നടക്കട്ടെ, കുടുംബങ്ങളിൽ നടക്കട്ടെ, സഭയിൽ നടക്കട്ടെ. പശ്ചാത്തപിക്കുക. എന്തിനു വേണ്ടിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം തരുന്നില്ല? പെട്ടെന്ന് വിട്ടുപോയി, കളയാൻ പറ്റില്ല. തലശ്ശേരി അതിരൂപതയിലെ വിളക്കണ്ണൂർ എന്ന ഗ്രാമത്തിലെ ഒരു ചെറിയ പള്ളിയില് 12 വർഷം മുമ്പ് നടന്ന അത്ഭുതത്തെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇതുവരെ കേട്ടിട്ടില്ലെങ്കിൽ കുമ്പസാരിക്കുക. കേട്ടപ്പോൾ എന്ത് തോന്നി? ഞാൻ അതിന്റെ പടം കുറച്ചൊക്കെ എൻ്റെ കയ്യിലുള്ള ഓരോരുത്തർ കൊടുക്കും. ഇത് സത്യം, സത്യം. നമ്മുടെ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന വലിയ ഓസ്തി ഒരെണ്ണം തരാം, അവിടെ തരാം. വലിയ ഓസ്തി, കടലാസിന്റെ കനമുള്ള ഓസ്തി. ഈ ഓസ്തിന്മേലെ എന്ത് ചെയ്യാൻ പറ്റുമെന്നാ പറയണേ? കുർബാനയ്ക്കിടയ്ക്ക് അച്ഛൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നാ പറയണേ? വിളക്കന്നൂർ ദൈവം തന്നിട്ടുള്ള അത്ഭുതത്തിന്റെ അടയാളത്തെ കുറിച്ച് സഹോദരങ്ങളെ, ഞാൻ എൻ്റെ 8 പ്രസംഗങ്ങളെ യൂട്യൂബിൽ കിടപ്പുണ്ട്. ആ മഹാത്ഭുതത്തിന്റെ അടയാളത്തെ കുറിച്ച് അതിൻ്റെ 8 രീതികൾ, 8 യാഥാർത്ഥ്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടാണ്. അവിടെ ഔദ്യോഗികമായിട്ട് ഇത് റോമിൽ നിന്ന് അംഗീകരിച്ചപ്പെട്ടപ്പോൾ അതിൻ്റെ അവസാനത്തിൽ, ആ കത്തിൻ്റെ അവസാനത്തിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട്, വാചകമുണ്ട്. ഇത് ഏത് കടയിൽ പോയാലും ഇത് കിട്ടും, കൂടി വന്ന് 10 രൂപയുള്ള ഒരെണ്ണത്തിന്. ഇത് വാങ്ങിച്ച് നിങ്ങളുടെ വീട്ടില് 1 മാസമെങ്കിലും കേടുവരാനൊന്ന് സൂക്ഷിച്ച് വെക്കും. ചെയ്യാവുന്ന പണിയൊക്കെ ചെയ്യും. ഒരു 100 എണ്ണം വാങ്ങിക്കും, സൂക്ഷിച്ചു വെച്ചു. സൂക്ഷിക്കാൻ പറ്റില്ല.
ഇത് വെറും കടലാസ. ഇതിന്മേൽ ആർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നായി പറയണം. 12 വർഷം കേടി വരാതിരിക്കുന്നുണ്ടെങ്കിൽ അത് അത്ഭുതമായിട്ട് കാണാൻ സാധിക്കുന്നില്ലേ? കുമ്പസാരിച്ചിട്ടില്ല, കുമ്പസാരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലര് അതിന്മേലെ ആ തിരുമുഖം തിരുഹൃദയത്തിന്റെ പോലെ ഭംഗി. അത് കൊട്ടമോനെ ഇത്രേ ഉള്ളൂ. ശരിയാ, കർത്താവിന്റെ ശരീരം പൊതിഞ്ഞ കച്ചയിന്മേലുള്ള പടം പോലെയുള്ള ഒരു ചിത്രമേ അതിൽ വന്നിട്ടുള്ളൂ. അതടയാളം. എന്തിന്റെ അടയാളം? ശ്രദ്ധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വത്തിക്കാനിൽ നിന്ന് ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെട്ട ആ കത്ത് ഔദ്യോഗികമായിട്ട് വായിച്ചപ്പോഴ് അതിന്റെ അവസാനത്തിൽ പറയുന്ന വാചകം എന്താണെന്ന് അറിയാമോ? പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. It is a sign for the reconciliation and unity of the Syro-Malabar Church, and of course for the pilgrimage of the Valakattur parish. Valakattur. എന്താ പറഞ്ഞത്? സീറോ മലബാർ സഭയുടെ അനുരഞ്ജനത്തിനും സീറോ മലബാർ സഭയുടെ ഐക്യത്തിനും ദൈവം നൽകിയ, തമ്പുരാൻ നൽകിയ അടയാളമാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കുർബാനയുടെ അഭിപ്രായ വ്യത്യാസങ്ങളുടെ കോളിളക്കളും ഭൂമി കുലക്കളും കൊടുങ്കാറ്റുകളൊക്കെ ആയി വീശുമ്പോൾ സഭയുടെ പാപത്തെ ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവം നൽകിയ അടയാളമാണിത്. അതെ, എന്തിനു വേണ്ടിയാ? It is for the reconciliation and unity of the Syro-Malabar Church. അത് തലശ്ശേരി അതിരൂപതയെ തന്നെ തമ്പുരാൻ കൊണ്ടേ കൊടുത്തു. കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊക്കെ എന്തിനു വേണ്ടിയാ? തമ്പുരാനൊരു സ്വപ്നമുണ്ട്, തമ്പുരാനൊരു ലക്ഷ്യമുണ്ട്. എന്താ തമ്പുരാന്റെ ലക്ഷ്യം? എന്താ തമ്പുരാന്റെ സ്വപ്നം? 2033 ആകുമ്പോൾ ലോകം മുഴുവനും പരിശുദ്ധ കുർബാനയിലേക്ക് വരണം. പുതിയ ആകാശം, പുതിയ ഭൂമി ഉണ്ടാകണം. അതിൻ്റെ ചലനങ്ങളാണ് ഇന്ന് നമ്മൾ ലോകത്തിൽ കാണുന്നത്. അത് ഓരോന്ന് എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇപ്പോൾ ഒറ്റ പോയിന്റ് ഞാൻ പൂർത്തീകരിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും കൂടുതലായിട്ട് സംഭവിക്കും. പക്ഷേ നമ്മൾ പശ്ചാത്തപിക്കണം. അത് ഞാൻ നുണ പറഞ്ഞോ, അരിശപ്പെട്ടു, സഹോദരന് മിണ്ടിയില്ല, തോണ്ടി തുള്ളി പിടിച്ച്, അതുകൊണ്ടായില്ല. ലോകത്തിന്റെ പാപങ്ങളെ ഓർത്ത്, സഭയുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കണം. അവിടെ അത്ഭുതങ്ങൾ സഭയില്, എൻ്റെ കുടുംബത്തില്, എൻ്റെ ഇടവകയില്, എൻ്റെ രൂപതയില്, സീറോ മലബാർ സഭയില് സംഭവിക്കും. വെറുതെ വിമർശിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ കത്തില്, പരിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള പ്രബോധനത്തില് 17ാമത്തെ നമ്പറില് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേകം വളരെ വേദനയോടുകൂടി പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അത് ഇരിക്കട്ടെ. ഇന്ന് ആഗോള സഭയില്, കത്തോലിക്കരുടെ ഇടയില്, പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയും നമ്മുടെ സുറിയാനി സഭയില്, അത് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞുള്ള ഞാൻ കൂട്ടിച്ചേർത്തിരിക്കുന്ന വലിയൊരു ഭാവമുണ്ട്. എന്താണെന്നറിയോ? ദ സെക്യുലർ സ്പിരിച്വാലിറ്റി. സെക്യുലർ സ്പിരിച്വാലിറ്റി എന്താണെന്നറിയോ? എല്ലാറ്റിനെയും വിമർശിച്ചേക്കുക. എല്ലാറ്റിനെയും വിമർശിക്കേണ്ടതാണെന്ന് പറഞ്ഞപ്പോ വിശാല ഇറങ്ങിയതാണ്. കാരണം മൊത്തം പോയിക്കാം. നിങ്ങൾ കേൾക്കാവൂ ഞാനിപ്പോ പറയുന്നത്? ഇന്ന് പ്രബലമായിട്ട് നിൽക്കുന്ന പാപം ഇതാണ്. കാര്യം എന്താണെന്ന് അറിയാതെ ഒക്കെ അങ്ങ് വിമർശിച്ചേക്ക. എല്ലാറ്റിനെയും പശ്ചാത്തപിക്കുകയും വിമർശനങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ആ കത്തിന്റെ, ഞാൻ അത്യധികം ആഗ്രഹിച്ചു എന്ന പരിശുദ്ധ കുർബാനയുടെ കത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, സഭയെ അനുസരിക്കുക. മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും സഭയെ അനുസരിക്കുക.
അതുകൊണ്ട് സഹോദരങ്ങളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പശ്ചാത്തപിച്ചുകൊണ്ട് നമ്മളിനി എന്തായി തീരണം? ഇനി ഞാൻ വളരെ പ്രധാനപ്പെട്ട ഇന്ന് ഈ നാളുകളിൽ എന്നെ ഓടാനായിട്ട് പ്രേരിപ്പിക്കുന്ന, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇന്നലെ ഞാനിവിടെ ഒറ്റ കാര്യം, ഇന്നലെ ഞാനിവിടെ 7 മണിക്ക് വൈകുന്നേരം വന്നത് 2:15 മണിക്ക് ആലപ്പുഴയിൽ നിന്ന് ബൈക്കിലാണ്. അല്ലെങ്കിൽ ഞാനിവിടെ എത്തില്ല. അതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ ഓടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലെ ഒരു ദർശനമുണ്ട്. ആ ദർശനമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. അതിന് മുമ്പ് ആ പാട്ടൊന്നുകൂടി പാടിക്കും. തിരുനിണമൊഴുകട്ടെ ഭീകരരേ വരും, വിമോചിതരാകട്ടെ ഒന്നുകൂടി. തിരുനിണമൊഴുകട്ടെ ഭീകരരേ വരും, ഞാൻ ഉറപ്പ് പറയുന്നു, സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറമേയുള്ള ഭീകരരെ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ സ്വസ്ഥമായിരുന്ന ഈ പാട്ടുപാടിയില്ലെങ്കിലും വാക്കുകൾ ഉരുവിടുക. തിരുനിണമൊഴുകട്ടെ ഭീകരരേവരും നശിച്ചു പോട്ടെ എന്നല്ല പറഞ്ഞത്, വിമോചിതരാകട്ടെ തിരുനിണത്താൽ, തിരുരക്തത്താൽ. അങ്ങനെ നമ്മളിൽ സംഭവിക്കേണ്ട മഹാത്ഭുതമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ ഞാൻ പറഞ്ഞേ? ഞാൻ എന്താ പറഞ്ഞേ? The miracle that should happen in my life. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട അത്ഭുതമുണ്ട്, മഹാത്ഭുതമുണ്ട്. വിളക്കന്നൂർ ഒരു വൈദികൻ 13 വർഷം മുമ്പ് പരിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ റൂഹാക്ഷണ പ്രാർത്ഥനയ്ക്ക് ശേഷം തിരുവോസ്തിയിലെ തിരുമുഖം തെളിഞ്ഞെങ്കിൽ അതിനേക്കാൾ വലിയ മഹാത്ഭുതം എൻ്റെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തമ്പുരാൻ കർത്താവിന്റെ തിരുവോസ്തിയിൽ മുഖം കാണിക്കാൻ സാധിക്കുമെന്ന് കാണിക്കാൻ വേണ്ടിയല്ല അവിടെ അടയാളം തന്നിട്ടുള്ളത്, നമ്മളിൽ മാറ്റം വരാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞ് നമ്മളിൽ മാറ്റം വരണം. എങ്ങനെയാണെന്നറിയാവോ? എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോട് കൂടെ കർത്താവ് ഈശോ മിശിഹ രാവിലെ മുതൽ വൈകിട്ട് വരെ നടന്ന് സംസാരിച്ചപ്പോൾ ഈശോയെ കണ്ടില്ല. ഇവനേതോ ഓക്കൻ, അവരങ്ങനെ ധരിച്ചത്. കണ്ടില്ലേ? ഈശോയെ കണ്ടില്ല. പക്ഷേ എമ്മാവൂസിൽ വെച്ച് അത്താഴത്തിന് ഇരുന്നപ്പോൾ അപ്പം എടുത്ത് വാഴ്ത്തിയപ്പോൾ, ഹല്ലേലൂയ, ബാക്കി പറഞ്ഞ്, അപ്പം എടുത്ത് വാഴ്ത്തിയപ്പോ ഉറക്കെ പറഞ്ഞ്, അപ്പം എടുത്ത് വാഴ്ത്തിയപ്പോ ഈശോയെ കണ്ടു എന്ന് പറയുന്നവരൊന്ന് കൈവപ്പിക്കുക. തീർന്നോ? ഓക്കെ. അപ്പം എടുത്ത് വാഴ്ത്തിയപ്പോൾ ഈശോയെ കണ്ടില്ല എന്ന് പറയുന്നവരൊന്ന് കൈവപ്പിക്കുക. അവൻ അപ്പമെടുത്ത് വാഴ്ത്തിയപ്പോൾ അവൻ അവരിൽ നിന്നും അപ്രത്യക്ഷനായി. അവൻ അപ്പമെടുത്ത് വാഴ്ത്തിയപ്പോൾ അവൻ അവരിൽ നിന്നും അപ്രത്യക്ഷനായി. ഈശോയെ കണ്ടു, ഈശോയെ കണ്ടു. അല്ല, അവന് കണ്ടു. എങ്ങനെ കണ്ടു? തിരുവചനങ്ങളുടെ വെളിച്ചത്തിൽ ഈശോയുടെ മുഖം കണ്ടില്ലെങ്കിലും ബൗദ്ധികമായിട്ട് ഈശോയെ കണ്ടു. തിരുവചനങ്ങളുടെ വെളിച്ചത്തില്. അതെ, ഇവിടെ തിരുവോസ്തിയിലെ ഞാൻ ബാഹ്യമായിട്ട് ഈശോയുടെ മുഖം കണ്ടില്ലെങ്കിലും ബൗദ്ധികമായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ അത്ഭുതം എനിക്ക് നടക്കും. അങ്ങനെ അപ്പസ്തോലന്മാരെ ബാഹ്യമായ കണ്ണുകളിലൂടെ ഈശോയെ കാണാതെ ബൗദ്ധികമായിട്ട് ഈശോയെ കണ്ടപ്പോൾ എന്ത് സംഭവിച്ചു? അവർ പറഞ്ഞു നോക്കിയേ,
അധ്യായം 24 28 വാക്യാണ് അല്ലേ. അവർ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ള പ്രസംഗമാണെന്നല്ലേ, ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുണ്ട് പറഞ്ഞു. എന്താണ് കാണുന്നത്? അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് എങ്ങോട്ട് പോയി? ഞങ്ങൾക്ക് ഈ സ്വയം കണ്ടതെന്നും പറഞ്ഞ് പ്രസംഗിക്കാനൊന്നും പോയില്ല. എവിടേക്കാ പോയത്? സഭയിലേക്ക് പോയി, ജെറുസലേമിലേക്ക് പോയി. എങ്ങനെ പോയി? ഓടി ഓടി ഓടി. അവന് വലിയ മാറ്റമുണ്ടായി. എങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, കർത്താവ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് ഇത്രയും വർഷങ്ങൾ, 2000 വർഷങ്ങൾ ആകാൻ പോകുന്നു. ആ ദൗത്യം സഭ മറന്നുപോയി, സഭ അവഗണിച്ചു. എല്ലാവർക്കും കുർബാനയിലേക്ക് ഉലിയില്ലെന്ന് പഠിപ്പിച്ചു. എങ്കിൽ പശ്ചാത്തപിച്ചുകൊണ്ട് നമ്മളിൽ സംഭവിക്കേണ്ട മഹാത്ഭുതം, രോഗശാന്തികളും വീട് പണിയാൻ പറ്റുന്നതും അമേരിക്കയിലേക്കും അവിടേക്കുമൊക്കെ മക്കൾ ജോലി കിട്ടുന്നതും കാറ് വാങ്ങിക്കുന്നതും അതൊന്നുമല്ല, അതിനേക്കാൾ വലിയ അത്ഭുതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരെ സംഭവിച്ച മഹാത്ഭുതം, അത് രോഗശാന്തിയല്ല, അത് ഭൗതികമായ നേട്ടങ്ങളല്ല. അവർ കണ്ടപ്പോൾ ജെറുസലേമിലേക്ക് ഓടിപ്പോയി. അത് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുക, എല്ലാവരെയും പരിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരുവാനായി ഒരു നിമിഷം പോലും ഇനി കളയാനില്ല. There is not even one moment to waste to bring everybody to the Eucharistic celebration. ലോകത്തെ മുഴുവനും പരിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരുവാനുള്ള പ്രേക്ഷിത ദൗത്യത്തിൽ ഒരു നിമിഷം പോലും കളയാനില്ല. ആവർത്തിച്ച് പറയാവോ? എല്ലാവരെയും പരിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരുവാനുള്ള പ്രേക്ഷിത ദൗത്യത്തിൽ ഒരു നിമിഷം പോലും കളയാനില്ല. പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരാവുക നമ്മളിൽ സംഭവിക്കേണ്ട അത്ഭുതമത. ഉടമ്പടി എടുക്കുക, ഫലമുടൻ. എന്താ ഉടമ്പടി? പരിശുദ്ധ കുർബാനയുടെ ഉടമ്പടി. നമ്മുടെ കുർബാനയിലൂടെ തമ്പുരാനോട് നടത്തുന്ന ഉടമ്പടി എന്താണെന്ന് അറിയാവോ? തമ്പുരാനെ, നിന്നെ പോലെ ഞങ്ങൾ ചത്തുകൊള്ളാം, മരിച്ചുകൊള്ളാം. എന്തിനാ? എല്ലാവരെയും പരിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി. ഈ അടുത്ത നാളില് ഒരാൾ എന്നോട് ചോദിച്ചു, അച്ഛനെ എവിടെ പോയാൽ ഈ കുർബാനയെ കുറിച്ച് തന്നെയാണല്ലോ പറയും. കുർബാന കുർബാന കുർബാന, വേറെ വല്ല പണിയും. ഈ കുർബാനയ്ക്ക് വേണ്ടി ചത്തിട്ട് എന്താ കാര്യം? അത് ഗുണം ചെയ്ത ചോദ്യം. നല്ലൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്, അത് 8K ആയിട്ടുണ്ട്. അച്ഛന് വേറെ വല്ല പണിയില്ല എന്ന് ചോദിച്ചിട്ട് നന്നായി. ഏതായാലും അയാളോട് ഞാൻ തിരിച്ചു ചോദിച്ചു, അല്ല, ഈ കർത്താവ് ചത്തത് എന്തിനു വേണ്ടിയാ? കർത്താവ് ചത്തത് എന്തിനു വേണ്ടിയാ? പരിശുദ്ധ കുർബാനയാകാൻ. നമ്മളിൽ സംഭവിക്കേണ്ട മഹാത്ഭുതം അതാണ്. പരിശുദ്ധ കുർബാനയുടെ ഉടമ്പടി എടുക്കുക. അതിന് വേറെ എഴുതി കൊടുക്കൊന്നും വേണ്ട. അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആമേൻ എന്ന് പറയാറുണ്ടോ? അങ്ങനെ പറയരുത്. എങ്ങനെ പറയണേ? നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. മറുപടി എന്താ? ആമേൻ. എന്താണ് ഈ ആമേൻ? തമ്പുരാൻ ചോദിക്കുകയാണ്, എന്നെ പോലെ എല്ലാവരെയും പരിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരുവാൻ മരിക്കാൻ തയ്യാറുണ്ടോ? എന്റെ രക്തത്തിലുള്ള ഉടമ്പടിയാണിത്. ആ ഉടമ്പടിയാണ് നമുക്ക് പരിശുദ്ധ കുർബാന. ആ ഉടമ്പടി എടുക്കുക. സ്വർഗരാജ്യം നമുക്ക് നീതിയും ആദ്യം അന്വേഷിക്കുക. അതാ പരിശുദ്ധ കുർബാന. ആ വിഷയം തന്നെ നമുക്ക് അരമണിക്കൂർ എടുത്ത് പറയണം.
പരിശുദ്ധ കുർബാനയുടെ ഉടമ്പടി നമ്മൾ എടുക്കുമ്പോൾ എന്താണ് ഉടമ്പടി? ഞാൻ പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതനായിക്കൊള്ളാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് സംഭവിക്കണമെങ്കിൽ ഞാൻ ഇതുവരെ എന്താ പറഞ്ഞത്? പലപ്പോഴും പലരും ധ്യാനങ്ങൾക്കും അങ്ങനെയുള്ള പ്രസംഗങ്ങൾക്കും പെരുന്നാൾക്കൊക്കെ പോയി വരുമ്പോൾ എന്താ അച്ഛൻ പറഞ്ഞത്? അടിപൊളി പ്രസംഗമായിരുന്നു, അടിപൊളി. എന്താ പറഞ്ഞ? എന്താ പറഞ്ഞ? നമ്മളിതുവരെ എന്താ പറഞ്ഞത്? അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കണമെങ്കിൽ പശ്ചാത്തപിക്കണം. ആ പശ്ചാത്താപം ഈശോയെ പോലെ, ഹല്ലേലൂയ, ഈശോയെ പോലെ ലോകത്തിന്റെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുക, ഭീകരരുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുക, സഭയുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് ഈശോയെ പോലെ പ്രായശ്ചിത്തത്തിന് തയ്യാറാവുക. അതെ, പരിശുദ്ധ കുർബാനയിലൂടെ നമ്മളുമായിട്ട് നടത്തുന്ന ദൈവത്തിൻ്റെ ഉടമ്പടിയെ മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതനായി കൊള്ളാമെന്നുള്ളതായ ആ ഉടമ്പടിയുടെ ജീവിതത്തിലേക്ക് കടക്കുക. അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് അടിസ്ഥാനപരമായിട്ട് നിൽക്കുന്ന രണ്ട് കാര്യങ്ങൾ ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് ചുരുക്കി പറയാൻ പോകും. ഞാൻ 10 മിനിറ്റ് എന്ന് പറയുന്നത് എനിക്ക് വേണ്ടിയില്ല, അല്ലെങ്കിൽ 10 ചിലപ്പോൾ 60, 1 മണിക്കൂറാവും, 100 അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഈശോയെ പോലെ തന്നെ മരിക്കാൻ തയ്യാറായിക്കൊണ്ട് പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരാകണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നിൽക്കുന്ന 2 കാര്യങ്ങൾ 5 മിനിറ്റ് വീതം മാത്രം എടുത്ത് ചുരുക്കി പറഞ്ഞിട്ട് അതിൻ്റെ തുടർച്ചയായി പരിശുദ്ധ കുർബാനയ്ക്ക് ഇടയ്ക്ക് ഞാൻ പങ്കുവെച്ചോളാം. അങ്ങനെ ഇന്നത്തെ നമ്മുടെ തീർത്ഥാടനം. ഓക്കെ, ഒന്നാമതായിട്ട് ആരൊക്കെ എന്തൊക്കെ ഏതെല്ലാം രീതിയിൽ പറഞ്ഞാലും ശരി, നമ്മളിനി വ്യക്തമായിട്ട് പറയാൻ തയ്യാറാവണം, ബോധ്യപ്പെടണം. അപ്പം നമ്മൾ ആരാകണമെന്ന് പറഞ്ഞത് മറക്കല്ലേ? നമ്മൾ പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരാകണം, പരിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്നവരാകണം. അല്ലാതെ വഴിയില്ല, വേറെ വഴിയില്ല. രക്ഷയിലേക്കുള്ള വഴി അത് മാത്രമേ ഉള്ളൂ. നമ്മളെ സുവിശേഷത്തിലൊരു വാചകം കാണുന്നുണ്ടല്ലേ? നിങ്ങൾ എൻ്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കി, അത്ഭുതങ്ങൾ പുറത്താക്കി കർത്താവ് പറഞ്ഞത് നിങ്ങളെ ഞാൻ അറിയില്ല. തമ്പുരാൻ നമ്മളെ അറിയും. തമ്പുരാൻ്റെ രക്തത്തിലൂടെ മുദ്ര വെച്ചിട്ടുള്ള ഉടമ്പടി നമ്മൾ ജീവിക്കുമ്പോൾ അത് സാധിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി ഒന്നാമതായി ഈശോ മാത്രമാണ് ഏക സത്യദൈവമെന്ന് യാതൊരു തർക്കത്തിനിട കൊടുക്കാതെ നമ്മൾ അംഗീകരിച്ചേ മതിയാകും. നമ്മളെങ്കിലും വിശ്വസിക്കണം. ഈശോ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ദൈവമെന്ന് നമ്മൾ വിശ്വസിക്കണം. പറയേണ്ടവരോട് പറയാനുള്ള അവസരം കിട്ടുമ്പോൾ പറയണം. കാരണം സഭ പറയുന്നത് കൊണ്ടല്ല, ഹല്ലേലൂയ, അച്ഛന്മാര് പറയുന്നത് കൊണ്ടല്ല, ഹല്ലേലൂയ, തിരുവചനങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് കൊണ്ടല്ല. ഏത് നിരീശ്വരവാദി ആയിക്കൊള്ളട്ടെ, ഏത് തീവ്രവാദി ആയിക്കൊള്ളട്ടെ, മനുഷ്യനാണോ അവനോട് പറയണം. ഈശോ മാത്രമാണ് സത്യദൈവമെന്ന് മാർപ്പാപ്പമാര് പറഞ്ഞതുകൊണ്ട്, മെത്രാന്മാര് പറഞ്ഞുകൊണ്ട്, വൈദികര് പറഞ്ഞതുകൊണ്ടോ, തിരുവചനങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിക്കൊണ്ടോ അല്ല, മറിച്ച് അത് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ വാട്സപ്പുകൾ ഉപയോഗിക്കുന്നവരല്ലേ? ഉപയോഗിക്കണം, വാട്സപ്പുകൾ ഉപയോഗിക്കണം. പക്ഷെ സൂക്ഷിക്കണം, അത് സ്വർഗത്തിലേക്ക് നരകത്തിലേക്കുള്ള വഴിയാ മാത്രമേ ഉള്ളൂ. വാട്സപ്പിലൂടെ സ്വർഗത്തിലേക്ക് പോകും
ഞാൻ സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് പോകുമെന്ന് ഞാൻ എങ്ങനെയാണ് വാട്സപ്പ് ഉപയോഗിക്കണം നോക്കിയാൽ ചെയ്യും. മറ്റേ വാട്സപ്പുകളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഒരുപാട് പഠനങ്ങൾ കാണാൻ സാധിക്കും. ഈശോ മിശിഹായുടെ ശരീരം പൊതിഞ്ഞ കച്ച ശാസ്ത്രീയമായ പഠനത്തിന് വിധേയമാക്കിക്കൊണ്ട് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ഈശോ സത്യദൈവമാണ്, ഈശോ മാത്രം ദൈവമാണ്. ശാസ്ത്രത്തോട് തുറവിയുള്ളവർ അംഗീകരിച്ച് മതിയാവും. അതുപോലെ തന്നെ കൂദാശ ചെയ്യപ്പെട്ട തിരുവോസ്തിയില് ലോകത്തിന്റെ നാനാഭാഗങ്ങളില് നടന്ന അത്ഭുതങ്ങളിലൂടെ അത് ഈശോ മിശിഹായുടെ മാംസരക്തങ്ങൾ തന്നെയാണെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അടുത്ത നാളില് ഒരു 15 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെയല്ലേ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ച് ശരീരം അഴിയാതെ കിടക്കുന്നു. ആ ചെറുപ്പക്കാരൻ ചെയ്ത അത്ഭുതം എന്താ? അത്ഭുതം 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 എന്താ? ഇന്റർനെറ്റിലൂടെ വാട്സപ്പിലൂടെ ഈശോ മിശിഹായുടെ പരിശുദ്ധ കുർബാനയിലെ തിരുവോസ്തി അത്ഭുതകരമായിട്ട് രൂപാന്തരപ്പെട്ട മഹാത്ഭുതങ്ങളെ ഒന്ന് പ്രചരിപ്പിച്ചു, അത്രേ ഉള്ളൂ. അതിനാണ് വിശുദ്ധനായത്. കാർലോ ആ ശരീരം ഇന്ന് അഴിയാതിരിക്കുന്നു. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. പക്ഷെ പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരാകണം. പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരാകണമെങ്കിൽ മെത്രാന്മാർ പറഞ്ഞതും വൈദികർ പറഞ്ഞതും ബൈബിൾ പറഞ്ഞതും കൂടാതെ അല്ല, അത് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. അടിസ്ഥാനപരമായി ഈശോ മാത്രമാണ് ദൈവമെന്ന്. യൂക്കറിസ്റ്റ് ആൻഡ് പോപ്പ് ഫ്രാൻസിസ് എന്ന് നിങ്ങൾ ഇന്റർനെറ്റിൽ അടിച്ചു തീർത്താൽ അവിടെ കാണാം. ഫ്രാൻസിസ് മാർപ്പാപ്പ മെത്രാനായ കാലത്ത് ഉണ്ടായ ഒരു അത്ഭുതം. അതില് ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് രൂപാന്തരപ്പെട്ട തിരുവോസ്തി വിധേയമാക്കപ്പെട്ടപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് എന്താണ്? ഈ മാംസം കഠിനമായ വേദന അനുഭവിച്ച് മരിച്ച ഒരു ചെറുപ്പക്കാരന്റെ ഹൃദയത്തിന്റെ മാംസമാണ്. ശാസ്ത്രജ്ഞന്മാർ ചോദിച്ച ചോദ്യം, ഈ മാംസകഷ്ണം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടി? അവർ ചോദിക്കുന്ന ഇതാണ്, ഇങ്ങനെ ഒരു മാംസം കിട്ടണമെങ്കിൽ കഠിനമായി ഒരു ചെറുപ്പക്കാരനെ പീഡിപ്പിച്ച് അവന്റെ ഹൃദയം കണ്ടിച്ചെടുക്കണം. ആ മാംസമാണ്. ഞാൻ കഥ പറയുന്നതല്ല കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ രക്തം AB പോസിറ്റീവ് ആണ്. കർത്താവിന്റെ ശരീരം പൊതിഞ്ഞ കച്ചയിലുണ്ടായിരുന്ന അതേ തിരുരക്തം, അതേ ശാസ്ത്രം പറയുന്നു ഈശോ മാത്രമാണ് സത്യദൈവമെന്ന്. പരിശുദ്ധ കുർബാന യാഥാർത്ഥ്യമാണെന്ന് ശാസ്ത്രം പറയുന്നു. ഒരു പടി കൂടി കടന്നിട്ട് പറയുന്നുണ്ട്, അതിന്റെ DNA പരിശോധിക്കുമ്പോൾ അതിൽ പുരുഷന്റെ അംശമില്ല. പരിശുദ്ധ അമ്മ കന്യകയായിരുന്നു, പിതാവ് ബ്രഹ്മചാരിയായിരുന്നു. ശാസ്ത്രം തെളിയിച്ചിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കത്തോലിക്കരെങ്കിലും അട്ടിമറിയേറ്റും മനസ്സിലാക്കണം. മെത്രാന്മാർക്കും മാർപ്പാപ്പമാർക്കും വൈദികർക്കും സന്യസ്തർക്കും ഒക്കെ തെറ്റുപറ്റാം, അത് വേറെ വിഷയം. പക്ഷെ ഇതാണ് സത്യം. അങ്ങനെ ശാസ്ത്രം ഈ യാഥാർത്ഥ്യം അംഗീകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രണ്ടാമതായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ 4 വർഷം മുമ്പ് ചൈനീസ് മീഡിയയിലൂടെ ഒരു യൂട്യൂബ് പ്രസംഗം പറഞ്ഞായിരുന്നു. ആരും പറയാത്ത രഹസ്യം. എന്താ പറഞ്ഞേ? ആരും പറയാത്ത രഹസ്യം. അപ്പം അതിനെ കമൻ്റ് ഇട്ടിട്ട് അടുത്ത് എഴുതി, ഈ ആരും പറയാത്ത രഹസ്യം അവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചു. അങ്ങനെയുള്ളവർ അവിടെ ആരും പറയാത്ത രഹസ്യമായിട്ട് ഞാൻ പറഞ്ഞത് ഇന്നും ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളിലെ പലർക്കും അറിയാത്ത രഹസ്യമാണെന്ന് ഞാൻ പറയും. പക്ഷെ അത് പച്ചയായ സത്യമാണ്. നിങ്ങളിൽ ബൈബിൾ കൈകൾ കൊണ്ട് മുഴുവൻ എഴുതിയവർ ചിലപ്പോൾ കാണും. ബൈബിള് 2, 3, 4 പ്രാവശ്യം സമ്പൂർണമായിട്ട് വായിച്ചിട്ടുള്ളവർ കാണും. ഒരുപാട് ധ്യാനങ്ങൾ കൂടിയിട്ടുള്ളവരാണ് നിങ്ങൾ.
ഒരു ചോദ്യം, വിശുദ്ധ ഗ്രന്ഥം എന്താവും? ബൈബിൾ എന്താവും? അത് വചനം, അത് ശരിയാണ്. വചനം, ഈ വചനം എന്താവും? ഞാൻ ചുരുക്കാം, ഒരു മണിക്കൂറെങ്കിലും എടുത്ത് വിശദീകരിച്ച് പറയേണ്ടതാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരാകാൻ അടിസ്ഥാനപരമായ ഒന്നാമതായി ഈശോ മിശിഹ മാത്രം ദൈവമാണെന്നും പരിശുദ്ധ കുർബാന ഒരു പരമപരിശുദ്ധ സത്യമാണെന്നും ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ടെന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കണം, ബൈബിൾ എന്ന് പറയുന്നത്, വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് ഉറക്കെ പറയാമോ? പരിശുദ്ധ കുർബാനയുടെ പുസ്തകമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുർബാനയുടെ പുസ്തകമാണ് വിശുദ്ധ ഗ്രന്ഥം. നമ്മൾ ഇന്നും അത് മനസ്സിലാക്കിയിട്ടില്ല. അവിടെയാ പ്രശ്നം. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാടിന്റെ പുസ്തകം വരെ പോകുമ്പോൾ അവിടെ കാണാൻ സാധിക്കും, കുർബാനയാണ് ബൈബിളിന്റെ കേന്ദ്രം. പരിശുദ്ധ കുർബാനയെ കുറിച്ച് അത് പറയുന്നത്. ഞാനത് 5 മിനിറ്റ് സമയമെടുത്ത് 5 മിനിറ്റ് കൂടി ഞാൻ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ, ഉൽപ്പത്തി പുസ്തകത്തില് നമ്മൾ കാണുന്നുണ്ട്, ആദിമാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ നിത്യജീവൻ നഷ്ടമാക്കി. ആ നിത്യജീവൻ വീണ്ടും നൽകുന്നതിന് വേണ്ടിയാണ് രക്ഷകനെ വാഗ്ദാനം ചെയ്തത്. ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധ കുർബാന എപ്പോഴാണ് ആരംഭിക്കുന്നത്? സെഹിയനൂട്ടുശാലയിലല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സെഹിയനൂട്ടുശാലയിലല്ല പരിശുദ്ധ കുർബാന ആരംഭിക്കുന്നത്, സ്വർഗത്തിലാണ്, നിത്യതയിലാണ്. പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 19-ാമത്തെ വാക്യമുണ്ട്, നമ്മൾ വീണ്ടെടുക്കപ്പെട്ടത് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമല്ല, കുഞ്ഞാടിന്റെ തിരുരക്തത്താലാണ്. അത് കഴിഞ്ഞ് പറയുന്ന വാചകം, അവൻ അനാദി മുതലേ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവനാണ്. He was destined for that from the eternity. എത്ര മനോഹരമാണെന്ന് പറയാമോ? അവൻ നിത്യതയിൽ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവനാണ്. എന്തിനു വേണ്ടി? തന്റെ തിരുരക്തത്താൽ ലോകത്തെ രക്ഷിക്കുക എന്നതിനു വേണ്ടി. അതിനുവേണ്ടി ദൈവം നൂറ്റാണ്ടുകളിലൂടെ ഒരുങ്ങുകയായിരുന്നു. 75-ാം വയസ്സ് അബ്രാഹത്തെ വിളിച്ചു, 100-ാം വയസ്സില് 90 വയസ്സുള്ള സാറായിലൂടെ ഇസ്ഹാക്കിന് ജന്മം നൽകി. ഞാനൊരു തമാശ പറയാൻ പോകട്ടോ, ഏതെങ്കിലും അച്ഛന്മാർക്ക് ഒരു കൃപ കിട്ടട്ടെ. എന്താണെന്നറിയാമോ? കൈ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ 75 വയസ്സിലും 70 വയസ്സിലും മക്കൾ ഉണ്ടാകുന്ന ഒരു കൃപ, സഭ രക്ഷപ്പെടും. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി ആരംഭിക്കാനായിട്ട് 75 വയസ്സുള്ള വൃദ്ധനായ ആള് ദൈവം തിരഞ്ഞെടുത്തു. അങ്ങനെ ഇസ്ഹാക്കിന് ജന്മം നൽകി, ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ പറഞ്ഞു. മോശയോട് പറഞ്ഞ് പെസഹ ആചരിക്കണം. മോശയോട് പറഞ്ഞ് വാഗ്ദാന പേടകം പണിയണം, സമാഗമ കൂടാരം ഉണ്ടായിരിക്കണം, പുരോഹിത വസ്ത്രം ഉണ്ടായിരിക്കണം, ബലികൾ ഉണ്ടായിരിക്കണം. മോശയോട് പറയുക. ഈശോ മിശിഹ വന്നത് എന്തിനു വേണ്ടിയാ? ഇതെല്ലാം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എമ്മാവൂസ് സംഭവത്തിലെ ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിലെ 27-ാമത്തെ വാക്യത്തിലും 44-ാമത്തെ വാക്യത്തിലും അവിടെ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു വചനമുണ്ട്. മോശ തുടങ്ങി ഓരോ പ്രവാചകനും ഈശോയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങള് അവർക്ക് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തുകൊണ്ട് ഈശോ അവരുടെ കൂടെ നടന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു ചോദ്യം, ഈശോയെ കുറിച്ച് മോശ എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്താ നമ്മുടെ കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം? മോശ മുതൽ ഓരോ പ്രവാചകൻ എന്ന് പറഞ്ഞത്, മോശ ഈശോയെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ മോശയിലൂടെ ദൈവം പറഞ്ഞു, പെസഹ ആചരിക്കണം, സമാഗമ കൂടാരം പണിയണം,
വാഗ്ദാന പേടകം പണിയണം, പുരോഹിത വസ്ത്രങ്ങൾ ഉണ്ടായിരിക്കണം, തൈലം വെഞ്ചരിക്കണം. അത് പൂർത്തീകരിക്കാനാ ഈശോ വന്നത്. അങ്ങനെ സമയത്തിന്റെ പൂർണ്ണതയിൽ ഞാൻ 5 മിനിറ്റ് കൊണ്ട് ചുരുക്കി പറയുക. ഈശോ എന്തിനു വേണ്ടി നമ്മൾ തുടങ്ങിയ ഭാഗം ഓർക്കുക. സ്നാപയോഹന്നാൻ ഈശോയെ കുറിച്ച് എന്താ പറഞ്ഞത്? ലോകത്തിന്റെ പാപം വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ഈശോ ആവർത്തിച്ച് പറഞ്ഞൊരു വചനമാണ്, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. അത് കേട്ടപാടെ പലരും സ്ഥലം വിട്ടു. പലരുമില്ല, അത്ഭുത പ്രവർത്തകരായ ശിഷ്യന്മാർക്ക് സ്ഥലം വിട്ടു. കണ്ടോ? ഇന്നും അത് തന്നെയാണ്. ആട്ടെ, സമയത്തിന്റെ പൂർണ്ണതയില് പഴയ പെസഹായ്ക്ക് പുതിയ അർത്ഥം നൽകി ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. അത് ഇത്രയും വർഷങ്ങൾ കടന്നുപോയപ്പോൾ തലമുറകളിലൂടെ അത് വളർന്നു വന്നു. ആരാധനക്രമങ്ങളുണ്ടായി. ആ വളർച്ചയെ തലമുറകളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. ആട്ടെ, ഞാൻ എന്താ അവസാനം പറഞ്ഞുകൊണ്ട് വന്ന 5 മിനിറ്റ് മാത്രം എടുത്തുകൊണ്ട് വിശദീകരിച്ച ആശയം എന്താണ്? തിരുവചനം ബൈബിൾ എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയുടെ ഗ്രന്ഥമാണ്. അപ്പോൾ ഈ 2 അടിസ്ഥാനത്തിന്മേൽ നിന്നുകൊണ്ട് നമ്മൾ പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരാകണമെങ്കിൽ ഇനി വേണ്ടത് എന്താകുന്നു പരിശുദ്ധ കുർബാന എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത്. അത് ഞാൻ പരിശുദ്ധ കുർബാനയ്ക്ക് ഇടയ്ക്കുള്ള സന്ദേശമായിട്ട് പങ്കുവയ്ക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണ്? അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇനിയും നടക്കും. അതിന് ഈശോയെ പോലെ നമ്മൾ പശ്ചാത്തപിക്കണം. ലോകത്തിന്റെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കണം. സഭയുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കണം. സഭയുടെ ഏറ്റവും വലിയ പാപം ഏതാണ്? സഭയെ പരമേൽപ്പിച്ച പരിശുദ്ധ കുർബാനയിലേക്ക് എല്ലാവരെയും കൊണ്ടുവരുവാനുള്ള വലിയ പ്രേക്ഷിത ദൗത്യത്തെ സഭ മറന്നുപോയി, അവഗണിച്ചു. എല്ലാവർക്കും പരിശുദ്ധ കുർബാനയിലേക്ക് വിളിയില്ലെന്ന് പഠിപ്പിച്ചു. പശ്ചാത്തപിക്കുവിൻ. എന്നിട്ട് ഞാനും നിങ്ങളും പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരാകണം. ആർക്കും ഒഴിവൊഴിവില്ല. എന്തുകൊണ്ടാ? പരിശുദ്ധ കുർബാനയെ തമ്പുരാന്റെ തിരുരക്തത്തിൽ ഉടമ്പടി ചെയ്യുന്നവരാ നിങ്ങൾ. ആ ഉടമ്പടി പാലിക്കുക. എന്താണ് ആ ഉടമ്പടി? പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരാകുക. പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരാകണമെങ്കിൽ അടിസ്ഥാനപരമായി ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്, ഈശോ മാത്രമാണ് ദൈവമെന്ന്. പരിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളിലൂടെ ഈ ദൈവം അത് തെളിയിച്ചിട്ടുണ്ട്. അതില് നമ്മൾ പ്രത്യേകിച്ച് ഭാരതീയ സഭയും കേരള സഭയും സിറോ മലബാർ സഭയും പ്രത്യേകമായി അഭിമാനം കൊള്ളേണ്ടതാണ്. വിളക്കന്നൂരിൽ ദൈവം തന്നിട്ടുള്ളതായ വലിയ മഹാത്ഭുതം അത് ദൈവം തന്നിരിക്കുന്ന. ഓർക്കണം, സഭാചരിത്രത്തില് പരിശുദ്ധ കുർബാന അത്ഭുതങ്ങളിൽ നിന്ന് നടന്നിട്ടുള്ളത് മുഴുവനും അപ്പവും മീഞ്ഞും മാംസരക്തങ്ങളായിട്ട് മാറ്റപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പം ഇവിടെ സിറോ മലബാർ സഭയില് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ദൈവം തന്നിട്ടുള്ളതായ ശാസ്ത്രത്തിന്റെ കണക്കുകൂട്ടലുകൾക്ക് അതീതമായി നിൽക്കുന്ന ദിവ്യകാരുണ്യ അത്ഭുതം എന്താണ്? ആ തിരുവോസ്തിയിലെ കർത്താവിന്റെ തിരുമുഖം കണ്ടതാണ്. എന്തിനു വേണ്ടിയാ? ഇറ്റ് ഈസ് ഫോർ ദി റികൺസിലിയേഷൻ ആൻഡ് യൂണിറ്റി ഓഫ് ദി സിറോ മലബാർ ചർച്ച്. സുറിയാനിക്കാരായ നമ്മൾ അധികം പേരാണെന്ന് തോന്നുന്നു. നമ്മുടെ പരിശുദ്ധ കുർബാനയെ കുറിച്ച് അഭിമാനം കൊണ്ടുകൊണ്ട് ആ പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരാകാൻ വേണ്ടി ദൈവം തന്ന അത്ഭുതങ്ങളുടെ അടയാളമാണ് ആ തിരുമുഖം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പരിശുദ്ധ കുർബാനയിലെ മാമോദീസായിലൂടെ നമ്മൾ എടുത്തിട്ടുള്ള ഉടമ്പടി നമുക്ക് നവീകരിക്കാം. പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരായി തീരുവാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് പരിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കാം.